നമുക്ക് നെക്സ്റ്റ് ഡബിൾ സർക്കുലേഷൻ നോക്കാം. ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പൾമണറി സർക്കുലേഷനും അതുപോലെ സിസ്റ്റമിക് സർക്കുലേഷനും കൂടെ കൂടിയിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് പൾമണറി സർക്കുലേഷൻ നോക്കാം. പൾമണറി സർക്കുലേഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മുടെ ഡീഓക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? പൾമണറി ആർട്ടറി വഴി എങ്ങോട്ടെത്തും? ലങ്സിലോട്ട് എത്തും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇതാ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് എവിടെ എത്തി? പൾമണറി ആർട്ടറി വഴി എങ്ങോട്ടെത്തി? ലങ്സിലോട്ടെത്തി. അതിനുശേഷം ലങ്സിൽ വെച്ചിട്ട് ഈ ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ നടക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? പ്യൂരിഫിക്കേഷൻ നടന്നിട്ട് ഓക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? പൾമണറി വെയിൻ വഴി എവിടെ എത്താണ് ചെയ്യുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എത്താണ് ചെയ്യുന്നത്. അതായത് ഇതാ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എത്തി. ദെൻ ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് ഇറങ്ങുന്നു. അപ്പോൾ ഈ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്നവരെ, അതായത് റൈറ്റ് വെൻട്രിക്കിൾ മുതൽ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് എത്തുന്നവരെ പൾമണറി സർക്കുലേഷനാണ്. നെക്സ്റ്റ് എന്താ സംഭവിക്കുക? സിസ്റ്റമിക് ആയിട്ടുള്ള സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് അയോർട്ട വഴി ആർട്ടറീസ് വഴി എന്ത് ചെയ്യുന്നു? ഈ കാപ്പിലറീസിലൂടെ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിലോട്ട് ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഓക്സിനേറ്റ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്തതിനു ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടുള്ള ബ്ലഡ് വെയിൻ വഴി വീനാക്കാ വഴി എന്ത് ചെയ്യുന്നു? റൈറ്റ് ഏട്രിയത്തിലോട്ട് എത്താണ് ചെയ്യുന്നത്. ഇതാണ് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും കൂടി ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ഒക്കോർ ചെയ്യുന്നത്? ഡബിൾ സർക്കുലേഷൻ നടക്കുന്നത്.